ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം. നമസ്കാരം. കൊല്ലം ജില്ലയിൽ ഇത്രയും അതിമനോഹരമായ ഒരു അമ്പലം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കണ്ട ഞാൻ നോക്കി അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളായിരുന്നു. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ വരാനായിട്ട്. ഇത് നമ്മൾ കൊട്ടാരക്കരയ്ക്കും പുത്തൂരിനും നടുക്കായിട്ട് വരും. ഞങ്ങളിവിടെ വന്ന ഏകദേശം ഒരു 7 മണി സമയത്താണ്. 7-7:30 ആയി. അപ്പോഴത്തേക്കിന് അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങി. പക്ഷെ രാവിലെ വന്നിരുന്നെങ്കിൽ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ പോയിന്റും നല്ല മഞ്ഞുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അമ്പലമായിരുന്നു ഇത്. ഇവിടെ ഈ സ്റ്റെപ്പുകളൊക്കെ സത്യത്തിൽ ഈ വീഡിയോയിലൊക്കെ നമ്മൾ ഹെലിക്യാം ഷൂട്ടിലൊക്കെ കാണുമ്പോഴത്തേക്കിന് ഭയങ്കര സ്റ്റെപ്പുണ്ട്. ഒരുപാട് സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലുമ്പോൾ നമ്മളൊരു പരുവെന്നൊക്കെയായിരുന്നു. പക്ഷെ അല്ല, നമുക്ക് ആ സ്റ്റെപ്പ് കയറുന്ന പോലും അറിയത്തില്ല. നിമിഷം നേരം കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ എത്തുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. നല്ല വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ വ്യൂ. അതായത് ഞാൻ പറഞ്ഞു, രാവിലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആസ്വദിക്കാം. പിന്നെ കാറിൽ വരുന്നവർക്കും കാറിങ്ങ് ആ സ്റ്റെപ്പിൻ്റെ അടുത്ത് വരെ എത്തും. പിന്നെ ഇവിടുത്തെ മെയിനൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 18 പടികളുണ്ട്. ഈ 18 പടികൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ക്ഷേത്ര ദർശനത്തിന് ശേഷം 18ാം പടി തിരികെ ഇറങ്ങരുത്. അതായത് ഈ പടി കയറി ഒരു വട്ടം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതുവഴി തിരികെ ഇറങ്ങാൻ പാടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആചാരം. പിന്നെ 2ാം സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ നല്ല വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായൊരു വ്യൂ. ഈ കൊല്ലം ജില്ലയിൽ ഇത്ര അടുത്ത് ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി മുന്നേ വരേണ്ടതായിരുന്നു, നേരത്തെ വരേണ്ടതായിരുന്നു. ഇത്ര അടുത്ത് കിടന്നിട്ട് ഇത് നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു. അപ്പം ഈ വീഡിയോ കൊല്ലത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു വട്ടം ഒന്ന് വരാനും ശ്രമിക്കണം കേട്ടോ. അല്ലെങ്കിൽ വളരെ നഷ്ടമായി പോകും. കാരണം നമ്മളെ തൊട്ടടുത്ത് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നു പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് അത് മോശമല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഒരു വട്ടമെങ്കിലും കൊല്ലത്തുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരണം. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞതാണ്ട് ഭയങ്കര കാറ്റാണ് ഈ മുകളിൽ ആ നേരത്തെ നമ്മൾ കണ്ട ആ വിളക്കുകളൊക്കെ ഇവർ എങ്ങനെ കത്തിക്കും എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ. ഈ മണികളൊക്കെ കണ്ടോ, ഇവിടെ നമ്മളുടെ ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കാനും, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ച് നേടണമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഒന്ന് മണി കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് സാധിച്ച് കിട്ടുമെന്നൊക്കെയാണ് ഇവിടുത്തെ ആചാരം. അപ്പം ഇതാണ്ട് ഇവിടെ ശരിക്കും മണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിലും അവിടുത്തെ കമ്പിയിലും എല്ലാം കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വഴിപാട് കൗണ്ടറുണ്ട്. പിന്നെ ഈ കാണുന്ന ക്ഷേത്രം മൊത്തം ഒരു CCTVക്ക് അത് പൊതിഞ്ഞു വെച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആ വഴി ഇറങ്ങാൻ പാടില്ല. 18ാം പടി തിരിച്ചിറങ്ങാൻ പാടില്ല. അതിന് പകരം നമ്മൾ ഈ ക്ഷേത്ര വഴിപാടിൻ്റെ ആ കൗണ്ടറിൻ്റെ അടുത്തായിട്ട് താഴോട്ട് നമുക്ക് വഴിയുണ്ട്. ആ വഴി ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മാടസ്വാമിയോ പിന്നെ ബ്രഹ്മരക്ഷസോ അങ്ങനെ എന്തോ, പിന്നെ അത് കഴിഞ്ഞൊരു കാവും കൂടി ഉണ്ട് കേട്ടോ അവിടെ. ആ കാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ സംഭവം, ഈ അമ്പലം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പാറയുടെ മുകളിലാണ്. ആ പാറയുടെ മുകളിൽ കെട്ടിപ്പൊക്കിയതാണ് ഈ അമ്പലം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വലിയ പാറയ്ക്കകത്ത് കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ ഫിൽഡർ അടിച്ച് കെട്ടിപ്പൊക്കിയാണ് ഈ അമ്പലം. ഇതാണ് ഇവിടുത്തെ കാവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. മാക്സിമം ഇവിടെ വരുന്ന ആൾക്കാർ ഒരു വർക്കിംഗ് ഡേയിലൊക്കെ വരുവാണെങ്കിൽ തിരക്ക് കാണത്തില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് ഇന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് പോവാം. ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ അമ്പലം
10-11 മണി വരെയൊക്കെ ഉള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് വന്ന് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും അടയ്ക്കുമെന്നാണ് പറഞ്ഞതെന്നാണ് സംശയം. ആണ്ടെ ഈ വഴിയാണ് നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത്. നമ്മൾ നേരത്തെ കയറിപ്പോയ വഴിയല്ല, അതിന് ഓപ്പോസിറ്റായിട്ട് ഞാൻ നേരത്തെ കാണിച്ചാണ് ആ വഴി തിരിച്ചിറങ്ങി വരുമ്പം ഇവിടെ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബെഞ്ചസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു എന്തോ പറയുന്ന, അതായത് ഈ സംഭവം, അതായത് ഈ വെള്ളം ഇങ്ങനെ വീഴുന്ന രീതിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ വലിയ സ്റ്റെപ്പ്, നമ്മളാ കയറിപ്പോയ അതിന് താഴെ വശമാണ് കണ്ടില്ലേ, ആ വലിയ പാറയുടെ മേളിൽ ഇത് കണക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ആ സ്റ്റെപ്പ് തുടങ്ങുന്നിടത്ത് ഒരു ട്രാക്കുണ്ട്, ഒരു ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള. നമ്മളെ ചെരുപ്പുകൾ ഒരു കാരണവശാലും താഴെ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ പട്ടികളുണ്ട്, ആ ചെരുപ്പിൻ്റെ കാര്യം പോക്കാൻ. എപ്പോഴും ഇവിടെ നമ്മൾ ചെരുപ്പിടുന്നിടത്ത് ആൾക്കാർ വേണം എന്നില്ല, അതുകൊണ്ട് അവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ചെരുപ്പ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ സ്വസ്ഥമായിട്ട് ചെരുപ്പിട്ടുണ്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്നും ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ തൊട്ട് വ്യൂ പോയിന്റും കണ്ടുകൊണ്ടിരുന്ന് നല്ല സൂപ്പറും കഞ്ഞിയും കുടിച്ച് അമ്പലത്തിൽ നിന്ന് അങ്ങനെ യാത്രയാവാനുള്ള പരിപാടിക്ക് നിന്നപ്പോഴത്തേക്കിന് അന്ന് തൈപ്പൂയത്തിൻ്റെ പരിപാടിയോടനുബന്ധിച്ച് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പം അവിടെ നിന്ന് ഒരു ശരിക്കും ആൾക്കാർ, ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടായിരുന്നു, എണ്ണാൻ പറ്റിയില്ല. അപ്പം അവർ ആരാരോ വിളിച്ചുകൊണ്ട്